നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപി ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കെഎസ്ആർടിസി സർവീസ് നടത്തിയില്ല. മാനന്തവാടിയിൽ ഹർത്താൽ അനുകൂലികൾ കാറിന്റെ ചില്ലു തകർത്തു. സുനിലിന്റെ കൊലപാതകം. അറസ്റ്റിലായ 3 പേരെ റിമാൻഡ് ചെയ്തു. കാമുകിയുടെ അറസ്റ്റ് നാളെ ഉണ്ടാകും. സാമ്പത്തിക ഇടപാട് സുനിലിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന് പോലീസ്. കാലവർഷം ജില്ലയെ കൈവിട്ടു. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ ജില്ലയിൽ. വരാനിരിക്കുന്നത് വരൾച്ചാക്കാലമെന്ന് സൂചന. പഴഞ്ചൊല്ലിൽ പതിര്. കർക്കിടകത്തിൽ കരിനാട്ടി മറിയുന്നില്ല. മഴ ചതിച്ചു. നെൽകർഷകർ ആശങ്കയിൽ. കുരുമുളക് കർഷകരുടെ പ്രതീക്ഷയും തിരിയിട്ടില്ല. പുൽപ്പള്ളി ടൗണിലെ ട്രാഫിക് പരിഷ്കരണം. പഞ്ചായത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാകുന്നില്ലെന്ന്. ബോധവൽക്കരണം നടത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. എടിഎമ്മുകളിൽ പണമില്ല. പുൽപ്പള്ളി ടൗണിലെത്തുന്ന യാത്രക്കാർ ദുരിതത്തിൽ. എടിഎമ്മുകളിൽ പണമില്ലാതായിട്ട് ആഴ്ചകൾ പിന്നിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ബിജെപി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തിയില്ല. മാനന്തവാടിയിൽ ഹർത്താൽ അനുകൂലികൾ കാറിന്റെ ചില്ലു തകർത്തു. തിരുവനന്തപുരത്ത് ആർഎസ്എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ബിജെപി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. മെഡിക്കൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിച്ചു. മാനന്തവാടിയിൽ കാറിന്റെ ചില്ല് ഹർത്താൽ അനുകൂലികൾ തകർത്തുതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ 5 മിനിറ്റ് തടഞ്ഞ ശേഷം വിട്ടയക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. കല്യാണം, മരണം എന്നീ ആവശ്യങ്ങളുമായി എത്തിയ വാഹനങ്ങൾ തടഞ്ഞില്ല. കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ബത്തേരി ഡിപ്പോയിൽ നിന്നും രാവിലെ 8 മണിക്കുള്ള കോയമ്പത്തൂർ സർവീസ് മാത്രമാണ് നടന്നത്. തുടർന്ന് രാവിലെ 11:45 ബാംഗ്ലൂരുവിൽ നിന്നും കോൺവോയ് അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണത്തോടെ എത്തിയ 3 കെഎസ്ആർടിസി ബസ്സുകൾ ബത്തേരി ചുങ്കത്ത് ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം ബസ്സുകൾ ഡിപ്പോയിലേക്ക് തിരിച്ചയച്ചു. ഇതിനുശേഷം മാത്രമാണ് ഇതുവഴി ഈ സമയമെത്തിയ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിട്ടുള്ളൂ. കൂടാതെ തിരുവനന്തപുരത്തു നിന്നും ബത്തേരിയിലേക്ക് എത്തിയ കെഎസ്ആർടിസി ബസ്സും ട്രാഫിക് ജംഗ്ഷനിൽ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. മാനന്തവാടി, കൽപ്പറ്റ എന്നീ ഡിപ്പോകളിൽ ഒന്നും തന്നെ സർവീസ് നടന്നില്ല. വയനാട് ന്യൂസ്, ബത്തേരി. സുനിലിന്റെ കൊലപാതകം. അറസ്റ്റിലായ കൊയിലേരി മണിയറ്റിങ്കൽ ജയൻ എന്ന പ്രശാന്ത്, ഊർപ്പള്ളി കോളനിയിലെ കാവലൻ, വേലിക്കോത്ത് അമ്മു എന്നിവരെ മാനന്തവാടി മുനിസിപ്പൽ കോടതി റിമാൻഡ് ചെയ്തു. കാമുകിയുടെ അറസ്റ്റ് നാളെ ഉണ്ടാകും. സാമ്പത്തിക ഇടപാട് സുനിലിന്റെ മരണത്തിന് കാരണമായെന്ന് പോലീസ്. കാമുകിക്ക് നൽകിയ പണം തിരിച്ചു ചോദിച്ചതിനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ്. തിരുവനന്തപുരം സ്വദേശിയായ സുനിൽ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ 3 കോടിയോളം രൂപയുമായാണ് മാനന്തവാടിയുള്ള കാമുകിയുടെ വലയിൽ വീഴുന്നത്. ഇതിൽ 1.5 കോടിയോളം രൂപ കാമുകി കൈക്കലാക്കിയിരുന്നു. ഈ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല നടത്താൻ വേണ്ടി വേലക്കാരിയായ അമ്മുവിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ദിവസം കാമുകി തിരുവനന്തപുരത്തേക്ക് പോയി. കൊല നടത്താൻ ലക്ഷങ്ങൾ അമ്മുവിന് വാഗ്ദാനം ചെയ്തതായാണ് സൂചന. 2016 സെപ്റ്റംബർ 26 സുനിലിനെ അമ്മുവിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അമ്മുവും കാമുകൻ ജയനും കൂടി കമ്പിവടി കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയും കാവലന്റെ സഹായത്തോടെ പുഴയിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലാൻ ഉപയോഗിച്ച കമ്പി അമ്മുവിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. 3 പേരെയും പോലീസ് കൊയിലേരി ഊർപ്പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാനന്തവാടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PK മണി, SI രജീഷ് തെരുവത്ത് പീടിക എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കസ്റ്റഡിയിലുള്ള യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. യുവതി പലരെയും പറ്റിച്ചതായും സൂചനയുണ്ട്. ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ച് പലരെയും വലയിലാക്കിയതായും സൂചനയുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വേനൽ മഴയുടെ ആശ്വാസത്തിൽ വരൾച്ച മറികടന്ന ജില്ലയെ കാലവർഷം ചതിക്കുന്നു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 2 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും മഴക്കുറവ് വയനാട്ടിലാണ്. മഴക്കുറവ് ജില്ലയിലെ കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1.5 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ പെയ്തത് വയനാട്ടിലാണ്. 53% മഴക്കുറവാണ് ഇതുവരെ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ജൂണിൽ മാത്രം 45% കുറവുണ്ടായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഞെട്ടിക്കുന്ന കുറവാണിത്. വരൾച്ചയിൽ വറ്റിയ കിണറുകളിൽ ഇനിയും വെള്ളമായിട്ടില്ല. ഓരോ വർഷവും മഴ കുറയുന്നത് ജില്ലയെ കടുത്ത ആശങ്കയിലാക്കുകയാണ്. കുടിവെള്ളക്ഷാമത്തിനൊപ്പം കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കും ആക്കം കൂടുകയാണ്. മുൻകാലങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ജില്ലയിൽ കുറഞ്ഞത് 2 വെള്ളപ്പൊക്കമെങ്കിലും ഉണ്ടാകുന്ന വിധം മഴ പെയ്യുമായിരുന്നു.
താഴ്ന്ന സ്ഥലങ്ങൾ വെള്ളത്തിലാവുകയും പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യും. എന്നാൽ മഴക്കുറവിൽ ഇത്തവണ തോടുകൾ പോലും നിറഞ്ഞിട്ടില്ല, പുഴകളിൽ വെള്ളം ഉയർന്നിട്ടില്ല. കഴിഞ്ഞ വേനലിൽ വരൾച്ചയെ പ്രതിരോധിക്കാൻ നാടൊന്നാകെ ഉണർന്നു. എങ്ങും ജനകീയ തടയണകൾ ഉയർന്നു. ഇതിനൊപ്പം വേനൽ മഴയും ലഭിച്ചതോടെ കർഷകരുൾപ്പെടെയുള്ളവർ ഒരു പരിധിവരെ ആശ്വാസം കൊണ്ടു. ഇതെല്ലാം തകർക്കുന്നതാണ് ഇപ്പോഴത്തെ മഴക്കുറവ്. ജലക്ഷാമത്തിനോടൊപ്പം കാർഷിക ടൂറിസം മേഖലയ്ക്കും തിരിച്ചടിയായി. വയനാടൻ മഴ ആസ്വദിക്കാൻ വിദേശികൾ ഉൾപ്പെടെ നിരവധി സഞ്ചാരികൾ എത്തേണ്ട സമയമാണിപ്പോൾ. ദിവസം മുഴുവൻ നിർത്താതെ പെയ്യുന്ന ചാറ്റൽ മഴയും നൂൽമഴയും തുള്ളിക്കൊരുക്കുടം കണക്കെ എത്തിയിരുന്ന പെരുമഴക്കാലവുമെല്ലാം സഞ്ചാരികളുടെ മനം നിറച്ചിരുന്നു. മൺസൂൺ ടൂറിസം ശക്തിപ്പെട്ടു വരുന്നതിനിടയിലാണ് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചത്. 2002-ലുണ്ടായ വരൾച്ച കാർഷിക ജില്ലയായ വയനാടിനെ മരുപ്പറമ്പാക്കിയിരുന്നു. ഇതേ സാഹചര്യത്തിലേക്കാണ് ജില്ല ഇപ്പോൾ നീങ്ങുന്നത്. കാർഷിക മേഖല സ്തംഭിക്കുകയാണ്. മഴക്കുറവ് കാർഷിക ഉൽപ്പാദനം കുത്തനെ ഇടിക്കും. മഴ തിമിർത്തു പെയ്യേണ്ട മാസങ്ങളിൽ ഇപ്പോൾ വെയിലാണ്. മഴ കുറവായതോടെ വരൾച്ച വീണ്ടും വയനാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. കർക്കിടകത്തിൽ കരിനാട്ടി മറിയണം എന്നാണ് നഞ്ചകൃഷിയെക്കുറിച്ച് പഴമക്കാരുടെ ചൊല്ല്. എന്നാൽ 1.5 മാസത്തോളം താമസിച്ചാരംഭിച്ച നഞ്ചകൃഷിക്ക് വലിയ പ്രതീക്ഷയൊന്നും കർഷകർ നൽകുന്നില്ല. കാലങ്ങളായി പിന്തുടർന്നു വന്ന പാരമ്പര്യം മുറുകെ പിടിക്കുന്ന നെൽകർഷകർ വൈകി കിട്ടിയ മൺസൂൺ മഴയിൽ നിലമൊരുക്കുന്ന തിരക്കിലാണ്. കർക്കിടകത്തിൽ കരിനാട്ടി മറിയണം എന്ന പഴഞ്ചൊല്ലിന് ഇപ്പോൾ പ്രസക്തിയില്ലാതായിരിക്കുകയാണ്. കൂട്ടമായി നെൽകൃഷി ഇറക്കുന്ന ആഘോഷവും കമ്പളനാട്ടിയും പാട്ടും വയനാടൻ വയലുകളിൽ നിന്നും അപ്രതീക്ഷിതമായി. കാരണം കാലാവസ്ഥ തന്നെ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൃത്യസമയത്ത് മഴ കിട്ടാതായതോടെ നെൽകൃഷിയുടെ കാര്യവും അവതാളത്തിലാണ്. ഇത്തവണയും ഇതിനു മാറ്റമില്ല. നഞ്ചകൃഷിക്കായി നിലമൊരുക്കാൻ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. ലഭിച്ച മഴ വെച്ച് ഉഴുതുമറിച്ചും കിളച്ചും നിലമൊരുക്കുകയാണ് കർഷകർ ഇപ്പോൾ ചെയ്യുന്നത്. പഴമക്കാരുടെ മൊഴി അനുസരിച്ച് നാട്ടിപ്പണി കഴിഞ്ഞ് ഞാറ് വരമ്പ് പൊക്കം കഴിയേണ്ട സമയമായി. എന്നാൽ ഈ സമയത്ത് കണ്ടമൊരുക്കേണ്ട അവസ്ഥയാണ്. കരിനാട്ടി മറിയുന്ന പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമല്ല, ഇതൊരു പുഞ്ചെടുക്കുന്ന കണ്ട ആകെ വെള്ളമില്ല. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കിനിപ്പോൾ മടുത്തു. ഇനിയിപ്പോൾ ഒരാൾക്ക് 10-700 രൂപ കൂലിയായി. 100 രൂപ കൊടുക്കണം ഒരാൾക്ക്. ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അത് ചെയ്യുക. മഴയില്ലാത്തതിനാൽ കുരവക്കണ്ടങ്ങൾ പോലും കിളച്ചുമറിക്കാൻ പറ്റുന്നില്ല. നെൽകൃഷിയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് പല കർഷകരും ഇപ്പോഴും നെൽകൃഷി ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹായം ലഭിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂവെന്നാണ് കർഷകർ പറയുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. വിലത്തകർച്ചയോടൊപ്പം മഴ കൂടി ചതിച്ചതോടെ കുരുമുളക് കർഷകർ പ്രതിസന്ധിയിലായി. കുരുമുളക് തിരിയിടേണ്ട സമയത്ത് മഴയില്ലാത്തത് വള്ളികൾ കരിയാൻ കാരണമാകും. കുരുമുളക് കൃഷിക്ക് സഹായകമാകുന്ന തിരുവാതിര ഞാറ്റുവേലയും കാര്യമായ മഴ പെയ്യാതെ പിൻവാങ്ങിയതോടെ കർഷകർ കടുത്ത ആശങ്കയിലാണ്. വലിയ പ്രതീക്ഷയിലായിരുന്ന കുരുമുളക് കർഷകർ വില കുത്തനെ താഴേക്ക് വന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരു കാലത്ത് ജില്ലയിൽ കണ്ണത്ത ദൂരത്ത് പടർന്നു കിടന്നിരുന്ന കുരുമുളക് തോട്ടങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജില്ലയിലെ മിക്ക തോട്ടങ്ങളിൽ നിന്നും വേരോടെ നശിച്ചുപോയിരുന്നു. മുൻകാലങ്ങളിൽ നല്ലപോലെ കായ പിടിച്ച കുരുമുളക് കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ വില ലഭ്യമാക്കിയിരുന്നു. എന്നാൽ വള്ളികൾ കൂടുതലായും അപ്രത്യക്ഷമായതോടെ കുരുമുളകിന് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വിലയാണ് ഇന്ത്യൻ വിപണിയിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതോടെ ജില്ലയിൽ കുരുമുളക് വള്ളികൾ കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന് നട്ടുവെങ്കിലും വയനാടൻ മണ്ണിൽ വേരുറപ്പിക്കാൻ അന്യസംസ്ഥാന വള്ളികൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി കാലാവസ്ഥ കുരുമുളകിന് അനുയോജ്യമായതിനാൽ കുരുമുളക് വള്ളികൾ മരങ്ങളിൽ പിടിച്ചുയരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ വിലയിടിവും തിരുവാതിര ഞാറ്റുവേലയിലെ കാലാവസ്ഥയും പ്രതികൂലമായപ്പോൾ കർഷകർക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. എന്നാലും വിലത്തകർച്ചയിലും കുരുമുളക് കൃഷി ജില്ലയിൽ വ്യാപിപ്പിച്ചെടുക്കാനാണ് കർഷകരുടെ നീക്കം. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. പുൽപ്പള്ളി ടൗണിൽ ട്രാഫിക് പരിഷ്കരണത്തിന് നടപടികൾ സ്വീകരിച്ചെങ്കിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് പരാതി. ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കേണ്ട ട്രാഫിക് പരിഷ്കരണത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർക്ക് ബോധവൽക്കരണം നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. ഓഗസ്റ്റ് 1 മുതൽ പരിഷ്കരിച്ച ട്രാഫിക് നടപ്പിലാക്കുമെന്നായിരുന്നു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ ട്രാഫിക് പരിഷ്കരണത്തെപ്പറ്റി വ്യാപാരികളെയും ടാക്സി വാഹന ഉടമകളെയും ബോധവൽക്കരിക്കുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ല. പരിഷ്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വിവരമറിയിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നാണ് ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ടാക്സി ഡ്രൈവർമാരുടെയും യോഗം വിളിച്ചു ചേർത്ത് സമവാക്യമുണ്ടാക്കിയായിരുന്നു മുൻകാലങ്ങളിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരം നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഓരോ മേഖലയിലെയും ടാക്സി വാഹന ഉടമകളെ അറിയിക്കാതെയാണ് ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നുമാണ് ആരോപണം. ഇതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ലെന്നും ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു.
ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുമ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുൽപ്പള്ളി ടൗണിലെ ATMകളിൽ പണമില്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. ടൗണിൽ 8 ATMകൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗവും ആഴ്ചകളായി കാലിയാണ്. ഇതോടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവരും ടൂറിസ്റ്റുകളുമാണ് ദുരിതത്തിലായത്. വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നതിനും ഭക്ഷണത്തിനും പണമില്ലാതെ യാത്രക്കാർ ദുരിതമനുഭവിക്കുന്നത് പതിവ് കാഴ്ചയാണ്. സംസ്ഥാനത്തെ ചെറിയ ഗ്രാമങ്ങൾ പോലും ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് ചുവടുവെച്ചെങ്കിലും പുൽപ്പള്ളി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാകാത്തതും ജനങ്ങളെ വലയ്ക്കുന്നു. ഇപ്പോൾ പുൽപ്പള്ളി കാനറ ബാങ്കിൻ്റെ ATMൽ ഇപ്പോൾ 3 ദിവസമായിട്ട് പൈസ ഇല്ല. എപ്പോൾ വന്നാലും നോ ക്യാഷ്, അത് മാത്രമാണുള്ളത്. നൂറുകണക്കിന് ഉപഭോക്താക്കൾ ദിനം പ്രതി ടൗണിൽ വരുന്ന പുറത്തുനിന്നും വയനാട്ടിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന ജനങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് ടൗണിലൊരു സാമ്പത്തികമായിട്ടുള്ള പല ഇടപാടുകളും നടത്താൻ കഴിയാതെ തിരിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ഞങ്ങൾ എപ്പോഴും കാണുന്ന ഒരവസ്ഥയാണിത്. എപ്പോഴും പറഞ്ഞ് മടുക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ പുൽപ്പള്ളി തന്നെ 4-5 ATM ഉണ്ട്. ഒരു ATMലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന Paytm പോലുള്ള മൊബൈൽ ഡിജിറ്റൽ പണമിടപാടുകൾ മേഖലയിലെ ഒരു വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും ഉപയോഗിക്കുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളില്ലാത്ത അവസ്ഥയായിട്ട് പോലും ATMകളിൽ പണം നിറയ്ക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറാകാത്തത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നു. ATMകളിൽ പണമില്ലാതെ വന്നതോടെ ബാങ്കുകളിൽ പണമെടുക്കുന്നതായി നീണ്ട ക്യൂ ആണ് എപ്പോഴും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുതിയ റേഷൻ കാർഡുകളിലെ വ്യാപകമായ അപാകതയ്ക്കെതിരെ നെന്മേനി പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗോത്രവർഗ കോളനികളിലെ പട്ടിണിപ്പാവങ്ങളെപ്പോലും APL ലിസ്റ്റിലും സമ്പന്നരെ BPL ലിസ്റ്റിലും ഉൾപ്പെടുത്തിയാണ് പുതിയ കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഈ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. ജയാമുരളി, പ്രസന്ന ശശീന്ദ്രൻ, MN വിജയൻ, മേരി തോമസ്, ബാബു പഴുപ്പത്തൂർ, CT ചന്ദ്രൻ, ഷീല പുഞ്ചവയൽ, സൂസൻ അബ്രഹാം എന്നിവർ സംസാരിച്ചു. കടമാൻതോട് പദ്ധതി നടപ്പിലാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പുൽപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രദേശങ്ങളിലെ വരൾച്ചയ്ക്ക് പരിഹാരം കാണാൻ കടമാൻതോട് പോലുള്ള ചെറുകിട പദ്ധതികളാണ് നല്ലതെന്നും സമ്മേളനം. പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി പ്രദേശങ്ങളിലെ രൂക്ഷമായ വരൾച്ച മൂലം കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. ആവശ്യമായ മഴ ലഭിക്കാത്തതുമൂലം കുളങ്ങളിലും കിണറുകളിലും ജലവിധാനം ഉയർന്നിട്ടില്ല. മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ജലവിതരണം നിർത്തിയത് കാരണം കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ്. ഇതിനു പരിഹാരം കാണാൻ കടമാൻതോട് പദ്ധതി നടപ്പിലാക്കണമെന്നും കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പുൽപ്പള്ളി പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. പുൽപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ജലനിധി പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജോസ് കുറ്റിയാങ്കോണം അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് S മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള പഠന ക്യാമ്പിന് ലിജി നേതൃത്വം നൽകി. ഗോപി മോഹനൻ, അന്നമ്മ ജോസഫ്, ത്രേസ്യാമ ബേബി, LC എബ്രഹാം, അംബികാദാസ് എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. AISF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം, സർഗാത്മകത, സമരം, സംഘർഷം എന്ന വിഷയത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ പരിപാടി പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. അഭിജിത്ത് അധ്യക്ഷനായിരുന്നു. ജിപ്സൺ B. പോൾ മോഡറേറ്ററായിരുന്നു. അമൽ ജോയി, ലുക്മാനുൽ ഹക്കീം, AK ജാഫർ, സുധീഷ്, മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം. വയനാട് ജില്ലാ സ്റ്റേഡിയത്തിന് 18 കോടിയുടെ ഭരണാനുമതി. സാങ്കേതികാനുമതി ലഭിച്ചാൽ ടെൻഡർ നടപടി പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം തുടങ്ങും. കൽപ്പറ്റ മുണ്ടേരി മരവയലിൽ ജില്ലാ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള 18 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. 1998 പൊതുപ്രവർത്തനവും പ്ലാനറുമായ MJ വിജയവത്മനാണ് ഇവിടെ 7.88 ഏക്കർ ഭൂമി വിലയ്ക്ക് വാങ്ങി സ്റ്റേഡിയം നിർമ്മാണത്തിനായി സ്പോർട്സ് കൗൺസിലിന് വിട്ടുകൊടുത്തത്. വിജയവത്മന്റെ പിതാവും മുൻ MPയുമായ പരേതനായ MK ജിനചന്ദ്രന്റെ പേരിൽ സ്റ്റേഡിയം നിർമ്മിക്കാനായിരുന്നു സ്പോർട്സ് കൗൺസിലിന്റെ പദ്ധതി. മരവയലിൽ കോവക്കുനി തോടിനോട് ചേർന്നാണ് സ്റ്റേഡിയം ഭൂമി. ഈ തോടിന് പാലമുണ്ടായിരുന്നില്ല. പാലം നിർമ്മിച്ചാലേ സ്റ്റേഡിയം പണി ഉടൻ തുടങ്ങാനാവൂ എന്ന അവസ്ഥയിൽ പൊതുപ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തി രാജ്യസഭാംഗമായിരുന്ന A. വിജയരാഘവന്റെ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചു. ഈ തുക ഉപയോഗിച്ച പാലം നിർമ്മിച്ചതിന് പിന്നാലെ 2009-10 സംസ്ഥാന ബജറ്റിൽ സ്റ്റേഡിയത്തിന് 3.9 കോടി രൂപ വകയിരുത്തി. വൈകാതെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റേഡിയത്തിന്റെ പ്ലാനും അടങ്കലും തയ്യാറാക്കി. ഭൂമി മണ്ണിട്ട് നികത്തൽ, 400 മീറ്റർ ട്രാക്ക്, 100 പേർക്ക് താമസ സൗകര്യമുള്ള ഹോസ്റ്റൽ, പവലിയൻ ബ്ലോക്ക്, ഡ്രൈനേജ് എന്നീ പ്രവൃത്തികൾ ഉൾപ്പെടുന്നതായിരുന്നു അടങ്കലിൽ. 2010 ഏപ്രിൽ 28-ന് അന്നത്തെ സ്പോർട്സ് മന്ത്രി M. വിജയകുമാറാണ് സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. സ്ഥലം നികത്തുന്നതിന് 3000-ഓളം ലോഡ് മണ്ണിറക്കിയതിന് പിന്നാലെ പ്രവൃത്തി നിർത്തിവെച്ച് കോർപ്പറേഷൻ കരാറിൽ നിന്നും പിൻവാങ്ങി. ഫണ്ടിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇതിനു പിന്നിൽ. പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നടത്തിയ നീക്കങ്ങൾ അടുത്ത കാലത്താണ് ഫലം കണ്ടത്. ടെക്നിക്കൽ ടീം ഈയിടെ ജില്ലാ സ്റ്റേഡിയം ഭൂമിയിൽ പരിശോധന നടത്തിയിരുന്നു.
പരവേൽ ജില്ലാ സ്റ്റേഡിയവും അമ്പലേരിയിലെ ഇൻഡോർ സ്റ്റേഡിയവും വയനാടിൻ്റെ കായിക വികസന രംഗത്ത് നാഴികക്കല്ലാകുമെന്ന പ്രതീക്ഷയിലാണ് വയനാടൻ കായിക പ്രേമികൾ. വയനാട് ന്യൂസ്, കൽപ്പറ്റ. പുൽപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച ജലനിധി പദ്ധതി കമ്മീഷൻ ചെയ്യാൻ നടപടി വേണമെന്ന് ആവശ്യം ശക്തം. ഏപ്രിൽ 30-ന് കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിക്കായി 13 കോടി രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ 3000-ഓളം കുടുംബങ്ങൾക്ക് ഉപകരിക്കേണ്ട പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ കുടിവെള്ളം ലഭിക്കുന്നതിനെ പണമടച്ച് കാത്തിരിക്കുന്നവരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. കുഴൽക്കിണർ കുത്തുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത് പിൻവലിച്ചുവെങ്കിലും കുഴൽക്കിണർ കുഴിക്കുന്നതിനുള്ള ചെലവ് കമ്പനികൾ കുത്തനെ ഉയർത്തിയതോടെ സാധാരണക്കാർക്ക് കുഴൽക്കിണർ കുഴിക്കാനാവാത്ത അവസ്ഥയാണ് ഉള്ളത്. റവന്യൂ വകുപ്പ് ജൂൺ മാസം വരെ കുടിവെള്ള വിതരണം നടത്തിയെങ്കിലും മഴക്കാലം ആരംഭിച്ചതോടെ വിതരണം നിർത്തിയത് വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തു. പല കുടുംബങ്ങളും വേഗത്തിൽ വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൈപ്പ് കണക്ഷനുകൾ എടുത്തത്. എന്നാൽ കണക്ഷനെടുത്ത കർഷകർ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളോട് കുടിവെള്ളം എന്ന് ലഭിക്കുമെന്ന് ഉറപ്പു പറയാനും അധികൃതർ തയ്യാറാകാതെ വന്നതോടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് ജനങ്ങൾ. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. തീർത്ഥാടന കേന്ദ്രമായ മരക്കടവ് കടമ്പൂർ വിശുദ്ധ അൽഫോൻസ ദേവാലയത്തിൽ 10 ദിവസത്തെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ കൊടിയിറക്കം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ജപമാലയുടെയും അർപ്പണം കൂടിയായി. സമാപന ദിനത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപത വികാരി ജനറൽ ഫാദർ അബ്രഹാം നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകി. തുടർന്ന് മരക്കടവ് കുരിശടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണത്തിലും നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. ആഘോഷ പരിപാടികൾക്ക് ഫാദർ ചാണ്ടി പുനക്കാട്ട്, ഫാദർ മാത്യു പൈക്കാട്ട്, ഫാദർ എബി വടക്കേക്കര, ഫാദർ ജോയി തുരുത്തേൽ, ഫാദർ വർക്കി, ഫാദർ തോമസ് പരുന്തനോലി, ഫാദർ ഷാജു മുളുവേലിക്കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ബത്തേരി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മൂലങ്കാവ് ഓടപ്പള്ളം പാതയോരത്ത് വൃക്ഷത്തൈ നട്ട് നഗരസഭാ ചെയർമാൻ പി.കെ. സഹദേവൻ നിർവഹിച്ചു. റോട്ടറി പ്രസിഡന്റ് കെ.ടി. മനോജ് അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ വത്സ, സോബിൻ, ഫാദർ കുര്യാക്കോസ്, വി സണ്ണി എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടു. പുൽപ്പള്ളി ക്വാർട്ടേഴ്സിന് സമീപത്തെ മാലിന്യം ഉടമ നീക്കം ചെയ്തു. ക്വാർട്ടേഴ്സിലെ കക്കൂസ് മാലിന്യം സമീപത്തെ റോഡിലൂടെ ഒഴുകിയിട്ടും ഇത് നീക്കം ചെയ്യാൻ ക്വാർട്ടേഴ്സ് ഉടമ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. ചുണ്ടക്കൊല്ലി ക്വാർട്ടേഴ്സിലെ കക്കൂസ് മാലിന്യം ടാങ്ക് പൊട്ടി റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായിരുന്നു. പഞ്ചായത്തും പോലീസും ഇടപെട്ട് മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഇത് നീക്കം ചെയ്യാൻ ക്വാർട്ടേഴ്സ് ഉടമ തയ്യാറായില്ല. തുടർന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ മാലിന്യം നീക്കാൻ ക്വാർട്ടേഴ്സ് ഉടമ തയ്യാറാവുകയായിരുന്നു. ഒരാഴ്ചയായി മാലിന്യങ്ങൾ കുടിവെള്ളക്കിണറിന്റെ സമീപത്തുകൂടെ ഒഴുകുന്നുവെന്ന് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും മുഖവിലക്കെടുക്കാതിരുന്ന കെട്ടിടമുടമ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് പ്രശ്നപരിഹാരത്തിന് എത്തിയത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മേപ്പാടി ജ്യോതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് കൺവെൻഷൻ നടത്തി. പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ സി.കെ. ശശീന്ദ്രൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.കെ. സഹദ അധ്യക്ഷത വഹിച്ചു. മൂപ്പേനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാൻ സൈദലവി മുഖ്യപ്രഭാഷണം നടത്തി. വിജയകുമാരി, ഷംസുദ്ദീൻ, കെ.ജി. സുനിൽ, പി.കെ. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാറ്റങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള രോഗങ്ങൾ വളരെ വ്യാപകമായിട്ട് വരികയാണ്. ജീവിതശൈലി രോഗങ്ങൾ ചികിത്സയൊക്കെയാണെങ്കിൽ നമുക്കാർക്കും താങ്ങാൻ കഴിയാത്തതാണ്, സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതാണ്. പുൽപ്പള്ളി ശശിമലക്കുന്ന് ഗാന്ധിനഗർ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് അറുതിയായി. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇടപെടലിനെ തുടർന്നാണ് 3 അടി മാത്രമുണ്ടായിരുന്ന പാത നാട്ടുകാരും ഒത്തുചേർന്ന് 10 അടി വീതിയിൽ നിർമ്മിച്ചത്. ഇതോടെ പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളുടെ റോഡിനായുള്ള മുറവിളിക്ക് പരിഹാരമായി. റോഡിനായി സ്ഥലം വിട്ടുകൊടുക്കാൻ സ്ഥലം ഉടമകൾ തയ്യാറാവുകയും ചെയ്തതോടെയാണ് ഇവരുടെ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. 27 വർഷമായി രോഗികൾ ഉൾപ്പെടെയുള്ളവരെ വാഹനങ്ങളില്ലാത്തത് മൂലം ഏറെ ദുരിതമനുഭവിച്ചായിരുന്നു റോഡിലെത്തിച്ചിരുന്നത്. റോഡ് പഞ്ചായത്തിന് വിട്ടു നൽകിയാൽ ടാറിംഗ് പ്രവൃത്തി നടത്താമെന്ന ജനപ്രതിനിധികളുടെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ റോഡ് വിട്ടു നൽകിയത്. റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ ശശി നിർവഹിച്ചു. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരുടെ സ്വപ്നമാണ് ഈ ഒരു റോഡ് വരിക എന്നുള്ളത്. 10-20ഓളം ആളുകൾ വിട്ടുകൊടുത്ത് ഒരേ മനസ്സോടെ സഹകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ബിന്ദു, ഷാൻഡോ, രവി, വർഗീസ്, ജോബി എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ബത്തേരി താളൂർ അന്തർ സംസ്ഥാന പാതയിൽ വൻ മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതും ഉണങ്ങിയതുമായ മരങ്ങൾ വാഹനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ്. മംഗലംകാപ്പിന് സമീപമാണ് മരങ്ങൾ യാത്രയ്ക്ക് തടസ്സമാകുന്നത്. ദീർഘദൂര KSRTC ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്.
മംഗലങ്കാപ്പ് ഭാഗത്താണ് കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത്. വീതി കുറഞ്ഞ റോഡിന് ഇരുവശത്തുമുള്ള മരങ്ങളുടെ കൊമ്പുകൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് വലിയ വാഹനങ്ങൾക്ക് തടസ്സമാകുന്നു. വഴി പരിചയമില്ലാത്തവർ അടുത്തെത്തുമ്പോഴാണ് മരച്ചില്ലകൾ കാണുക. പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് അപകടത്തിന് കാരണമാകും. 2 വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ അരികു നൽകാൻ പലയിടത്തും സ്ഥലമില്ല. മഴക്കാലമായതോടെ ഉണക്കമരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നുവെങ്കിലും എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വയനാട് ന്യൂസ്, ബത്തേരി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് വിഷൻ/വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. BJP ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സർവീസ് നടത്തിയില്ല. മാനന്തവാടിയിൽ ഹർത്താൽ അനുകൂലികൾ കാറിന്റെ ചില്ലു തകർത്തു. സുനിലിന്റെ കൊലപാതകം, അറസ്റ്റിലായ 3 പേരെ റിമാൻഡ് ചെയ്തു. കാമുകിയുടെ അറസ്റ്റ് നാളെ ഉണ്ടാകും. സാമ്പത്തിക ഇടപാട് സുനിലിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന് പോലീസ്. കാലവർഷം ജില്ലയെ കൈവിട്ടു. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ ജില്ലയിൽ. വരാനിരിക്കുന്നത് വരൾച്ചാക്കാലമെന്ന് സൂചന. പഴഞ്ചൊല്ലിൽ പതിര്, കർക്കിടകത്തിൽ കരിനാട്ടി മറിയുന്നില്ല. മഴ ചതിച്ചു. നെൽകർഷകർ ആശങ്കയിൽ. കുരുമുളക് കർഷകരുടെ പ്രതീക്ഷയും തിരിയിട്ടില്ല. പുൽപ്പള്ളി ടൗണിലെ ട്രാഫിക് പരിഷ്കരണം. പഞ്ചായത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാകുന്നില്ലെന്ന്. ബോധവൽക്കരണം നടത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. ATMകളിൽ പണമില്ല. പുൽപ്പള്ളി ടൗണിലെത്തുന്ന യാത്രക്കാർ ദുരിതത്തിൽ. ATMകളിൽ പണമില്ലാതായിട്ട് ആഴ്ചകൾ പിന്നിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.